വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മസാല ഷവായയുടെ റെസിപ്പിയാണെന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് വീട്ടിലുണ്ടാക്കാൻ പറ്റും. കുറച്ച് ഹെൽത്തി ആയിട്ടും കൂടിയുള്ള ഒരു ചിക്കൻ ഡിഷാണ് ഈ മസാല ഷവായ ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. എന്നാൽ പുറത്തുനിന്ന് കഴിക്കുന്നതിലും നല്ല ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഓവണൊന്നും വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് കുക്കറിൽ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണ്, ചിക്കൻ ഡിഷാണ് മസാല ഷവായ. അപ്പോൾ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. അപ്പോൾ മസാല ഷവായിലോട്ടുള്ള ഒരു മസാല റെഡിയാക്കാൻ വേണ്ടിയിട്ട് ബ്ലെൻഡറിൻ്റെ ജാർ എടുത്തിട്ട്, വലിയ ബ്ലെൻഡറാണ് എടുത്തിട്ടുള്ളത്, ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, ചെറിയ കഷ്ണങ്ങളാക്കിയിട്ടുണ്ട്. അതുപോലെ കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി, ഇതെല്ലാം കൂടി ബ്ലെൻഡറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു വലിയ തക്കാളി എടുത്തിട്ടുണ്ട് കേട്ടോ, വലിയ കഷ്ണങ്ങളാക്കിയിട്ട്. ഇതെല്ലാം കൂടി നമ്മൾ പേസ്റ്റ് ആക്കി എടുക്കുകയാണ്. പിന്നെ കോറിയൻഡർ ലീവ്സ്, അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തിട്ടുള്ളത്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂണ് മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, കുറച്ച് വിനാഗിരി, ഒരു 2 ടേബിൾ സ്പൂണോളം വിനാഗിരി, ഇത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നല്ലോണം പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കുക. ഒട്ടും തന്നെ വെള്ളം ചേർക്കണ്ട കേട്ടോ. പിന്നെ ഈ ഒരു റെസിപ്പി മിസ്റ്റർ ഷെഫ് എന്ന് പറഞ്ഞിട്ടുള്ള യൂട്യൂബ് ചാനലിൽ കിട്ടിയ റെസിപ്പി കേട്ടോ. ട്രൈ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്, എന്നാലും അവരുടെ റെസിപ്പി ആട്ടോ. അപ്പോൾ നമ്മളിതുപോലെ വലിയ ചിക്കൻ എടുക്കുക. വലിയ ചിക്കൻ എന്ന് പറയുമ്പോൾ ഹോൾ ചിക്കൻ എടുക്കുക കേട്ടോ. പിന്നെ ചിക്കൻ്റെ ഗ്രാം നിങ്ങൾ ചെറിയ ചിക്കൻ തന്നെ എടുക്കാൻ നോക്കുക. അതായത് 900 ഗ്രാം അല്ലെങ്കിൽ 1000 ഗ്രാമിൻ്റെ ചിക്കൻ എടുക്കാൻ നോക്കുക. വലിയ 1500 ഗ്രാമിൻ്റെ ഒക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിക്കൻ അധികം മസാല പിടിക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ തൊലിയുള്ള ചിക്കൻ ഇതുപോലെ ഹോൾ ചിക്കൻ എടുക്കുക. ചിക്കൻ മൊത്തത്തിൽ തന്നെ എടുക്കണം കേട്ടോ. തൊലിയുള്ള ചിക്കന് ആദ്യം നമ്മൾ വിനാഗിരി ഇട്ടിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പോൾ അതിൻ്റെ കളറൊക്കെ ഒന്ന് നന്നായിട്ട് പോവും. എന്നിട്ട് വെള്ളം ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഈ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു മസാല അതിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കാൻ. അതിന് മുമ്പ് ഒരു ഫോർക്കോ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും, ഞാൻ ഇപ്പോൾ കുത്തിയെടുത്തില്ലേ, അതേപോലെ ഒന്ന് ഹോൾസ് ഇട്ട് കൊടുക്കുക. അല്ലെങ്കിൽ ഒരു കത്തി വെച്ചിട്ട് അങ്ങനെ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി. അതിൻ്റെ അകത്തേക്കൊക്കെ മസാല പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ നന്നായിട്ട് ചിക്കന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നന്നായിട്ട് മസാല കോട്ട് ചെയ്ത് വെക്കണം. ഇതിപ്പോൾ 1000 ഗ്രാമിൻ്റെ ചിക്കനാണ്. അപ്പോൾ അതിൽ പാകത്തിന് 1000 ഗ്രാം പാകം കേട്ടോ. അതിൽ കൂടുതൽ വെയിറ്റുള്ള എടുക്കരുത് ചിക്കൻ കേട്ടോ. അപ്പം ചിക്കന് മാരിനേറ്റ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക. ഞാനൊരു 10 മിനിറ്റൊക്കെ വെച്ചിട്ടുള്ളൂ. അരമണിക്കൂർ വെക്കുന്നത് ബെസ്റ്റാണ്, നന്നായിട്ട് മസാല പിടിക്കും. ഇനി നമ്മൾ ഒരു കുക്കർ എടുത്തിട്ട് കുക്കറിലേക്ക് ഈ ഒരു മസാലയോട് കൂടിയിട്ട് ചിക്കൻ ഇട്ട് കൊടുക്കുക. ഇതിലിപ്പോൾ നമ്മൾ ഒട്ടും തന്നെ ഓയിലൊന്നും ചേർത്തിട്ടില്ല. അതാ ഇത്രയും വെള്ളം ഉണ്ട് അടിയിൽ. പിന്നെ ചിക്കനും കുറച്ച് വെള്ളമൊക്കെ ഊറി വരുമല്ലോ, അപ്പോൾ അതുകൊണ്ട് ഒട്ടും തന്നെ വെള്ളം ഇനി ചേർക്കണ്ട. മസാലയ്ക്ക് അത്യാവശ്യമുണ്ട്. ഇനി നമ്മൾ പ്രഷർ കുക്കറിൽ ലിഡ് ഇട്ട് കൊടുത്തിട്ട് ഒരു 2 വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. ഇത് സ്റ്റീലിൻ്റെ കുക്കർ ആയതുകൊണ്ട് തന്നെ ഞാൻ പറയുകയാണ്, ഒട്ടും തന്നെ അടിയിലൊന്നും പിടിച്ചിട്ടില്ല. പക്ഷേ നമ്മൾ ഹൈ ഫ്ലെയിമിൽ വെക്കരുത്. അപ്പോൾ അതാ ഒരു 2 വിസിൽ വരുന്ന ഏകദേശം ഒരു 20 മിനിറ്റ് വളരെ കുറഞ്ഞ ഫ്ലെയിമിൽ വെക്കുക, അല്ലെങ്കിൽ 2 വിസിൽ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നന്നായിട്ട് റെഡി ആയിട്ടുണ്ടാവും. അപ്പോൾ അതാ ചിക്കനൊക്കെ വെള്ളം ഊറി വന്നിട്ടുണ്ട്. ആ ചിക്കൻ ഞാൻ എടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ആ ഒരു മസാല നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം. പിന്നെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന മസാല ഷവായ ഒന്നെങ്കിൽ ഗ്രിൽഡ് ആയിരിക്കും, അല്ലെങ്കിൽ ഓവണിൽ വെച്ചിട്ട് ചെയ്തതൊക്കെ ആയിരിക്കും. അപ്പോൾ നമുക്കിപ്പം ഓവൺ ഇല്ലാത്തവർക്ക് ഇതുപോലെ പാന് ചൂടാക്കിയിട്ട് ആദ്യം ആ ഒരു ചിക്കൻ ഒന്ന് ജസ്റ്റ് 2 വശം ഒന്നും ഇങ്ങോട്ട് ഫ്രൈ ആക്കി എടുക്കുക. ഒന്ന് ടോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതിന് ശേഷം വേണം മസാല ഒന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ ഇവിടെ ഒരു എന്താ പറയുക, ഞങ്ങളെല്ലാവരും ഇവിടെ ഡയറ്റിങ്ങിലായതുകൊണ്ട് തന്നെ ഫ്രൈ ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ് ഞാനത് ആദ്യം ഫ്രൈ ആക്കാഞ്ഞത്. നമ്മൾ മസാല മാത്രമേ ഒന്നിങ്ങനെ റോസ്റ്റ് ചെയ്തെടുക്കുന്നുള്ളൂ. അപ്പം ഈ ഒരു മസാല ഷവായ ഉണ്ടാക്കുമ്പോഴൊരു ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കറിയൊന്നും ആവശ്യമില്ല. ഹോൾ ചിക്കനും ഉണ്ട്, അതിൻ്റെ കൂടെ ഒരു ഗ്രേവി ഉണ്ട്. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. ഇനി നിങ്ങൾക്ക് ഫ്രൈങ് പാനിൽ ഹെൽത്ത് കോൺഷ്യസ് ആയവർക്ക് ജസ്റ്റ് ആ ഒരു കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള കുക്കറിന് എടുത്തിട്ടുള്ള ആ ഒരു ചിക്കൻ എടുത്തിട്ട് നേരെ എയർ ഫ്രയറിൽ ജസ്റ്റ് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഒരു നല്ലൊരു ഗോൾഡൻ കളറാവും ചിക്കന്. എന്നിട്ട് ഈ മസാലയിലോട്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ അതാ മസാലയിലേക്ക് ഞാൻ കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മസാല ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം, ഒന്ന് തിക്കാക്കിയിട്ട് എടുക്കണം. അതിനുശേഷം ഇതിലോട്ട് ആ ചിക്കൻ ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതുപോലെ ആ ഒരു ഗ്രേവി അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആദ്യം മസാല നന്നായിട്ട് എണ്ണ തെളിയുന്നവരെ കുക്ക് ചെയ്ത ശേഷം വേണം ചിക്കൻ വെച്ച് കൊടുക്കാൻ കേട്ടോ. അപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ ഒന്ന് ഫ്രൈ ആക്കിയിട്ടില്ല, എയർ ഫ്രൈ ചെയ്തിട്ടില്ല. ഇങ്ങനെ തന്നെ ഭയങ്കര ടേസ്റ്റാട്ടോ കഴിക്കാൻ. പിന്നെ നമ്മളെ ഷവായയുടെ ആ ഒരു ലുക്ക് വരണമെങ്കിൽ ജസ്റ്റ് ഒന്ന് എയർ ഫ്രൈ ചെയ്യുന്നതോ അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പാൻ ഫ്രൈ ചെയ്യുന്നതോ നല്ലതായിരിക്കും. ആ ഒരു ലുക്ക് കിട്ടണമെങ്കിൽ, ആ ഒരു കളർ കിട്ടണമെങ്കിൽ കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര ടേസ്റ്റാണ്, നല്ല ഹെൽത്തിയുമാണ് ഇങ്ങനെ കഴിക്കുമ്പോൾ. അതുപോലെ നല്ല സ്പൈസി ആയിട്ടുണ്ടാവും ഈ മസാല ഷവായ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിച്ച് കഴിക്കുമ്പോൾ. അപ്പോൾ നിങ്ങൾ ഇതിൽ മുളക് പൊടിക്ക് പകരം കാശ്മീരി മുളകൊക്കെ യൂസ് ചെയ്തിട്ട് അത് നമ്മൾ ചില്ലി സോസ് ഇല്ലേ, റെഡ് ചില്ലി സോസ്, അതൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ
ഭയങ്കര സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് ഓക്കെ. നമ്മളിവിടെ പൊതുവേ സ്പൈസി ആയിട്ടുള്ള ഫുഡ് കഴിക്കാത്തതുകൊണ്ട് തന്നെ ഞാനത് പ്രിഫർ ചെയ്യുന്നില്ല. ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇങ്ങനെ കഴിക്കാം. നല്ല എരിവ് വേണമെന്നുള്ളവർക്ക് നല്ല മുളകൊന്ന് വഴറ്റിയെടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ച് അല്ലെങ്കിൽ ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് മസാലയിൽ നമ്മൾ നേരത്തെ ബ്ലെൻഡ് ചെയ്തില്ലേ അതിലോട്ട് നമുക്ക് ചില്ലി ഫ്ലേക്സ് ഒക്കെ ഇട്ടിട്ട് തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ വരുത്തിയിട്ടുള്ള മാറ്റങ്ങളാണ്. ഇതാവുമ്പം കുട്ടികൾക്ക് വരെ നല്ല അടിപൊളിയായിട്ട് ഇഷ്ടപ്പെടുന്നൊരു മസാലയായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ടല്ലോ അതിൽ മുളക് ഡ്രൈഡ് ചില്ലിയൊക്കെ ആയിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. വിനാഗിരിയിൽ സോക്ക് ചെയ്ത് വെച്ചിട്ട് ആ ഒരു പേസ്റ്റായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നല്ലൊരു സ്പൈസി ഇഷ്ടപ്പെടുന്നവർക്ക് ആ ഒരു ഓപ്ഷൻ എടുക്കാം, അല്ലാത്തവർക്ക് ഈ ഓപ്ഷൻ എടുത്തോളൂ. ഇതാകുമ്പോൾ കുട്ടികൾക്ക് വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരേപോലെ കഴിക്കാൻ പറ്റുന്ന പാക എരിവൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഒരു ഗ്രേവി ആയിരിക്കും ഇത് കേട്ടോ. പിന്നെ ഇതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞല്ലോ കറിയൊന്നും ആവശ്യമില്ല. ഞാൻ ഹുമ്മൂസ് എടുത്തിട്ടുണ്ട്, കുബൂസും ഹുമ്മൂസും പിന്നെ ഈ ഒരു മസാല ഷവായും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ വീട്ടിലെന്തെങ്കിലും ചെറിയ ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ നമുക്കെന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഡിഷ് വെക്കണം എന്നുള്ളവർക്കൊക്കെ ഈ ഒരു ഓപ്ഷൻ ട്രൈ ചെയ്യാം കേട്ടോ. കുക്കർ വീട്ടിലുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ഒരു ഷവായ വീട്ടിലുണ്ടാക്കാൻ പറ്റും. പാർട്ടിയൊക്കെ ഉണ്ടാകുമ്പോൾ ജസ്റ്റ് ഒന്ന് പാനിൽ ജസ്റ്റ് 2 വശം ഒന്ന് ഫ്രൈ ആക്കി എടുത്തോളൂ. അപ്പോൾ ആ ഒരു നല്ലൊരു ലുക്കൊക്കെ കിട്ടും, ഷവായയുടെ ആ ഒരു ലുക്ക് കിട്ടും. അല്ലാതെ നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിനായിട്ട് ഉണ്ടാക്കുവാണെങ്കിൽ ഇതുപോലെ കുക്കറിലെടുത്തിട്ട് ഗ്രേവി ഒന്ന് തിക്കാക്കിയിട്ട് അതിലോട്ട് ഇട്ട് കൊടുത്താൽ മതി. അപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ചിക്കൻ ഡിഷാണ്. സാധാരണ പുറത്തുനിന്ന് കഴിക്കുമ്പോൾ അത്ര ഹെൽത്തി അല്ലെങ്കിലും ഇത് വീട്ടിലുണ്ടാക്കുമ്പോൾ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അടിപൊളി ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഫീഡ്ബാക്ക്സ് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായിട്ടോ വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.